കുമരമ്പത്തൂർ പഞ്ചായത്തിൽ കുടിവെള്ള മീറ്റർ റീഡിംഗ് ജീവനക്കാരുടെ നിയമനത്തിൽ UDF പ്രതിഷേധം. CPM ലോക്കൽ സെക്രട്ടറിയുടെ തീരുമാനപ്രകാരമാണ് ഈ അനധികൃത നിയമനം നടന്നിട്ടുള്ളതെന്ന് UDF ആരോപിച്ചു. അടിസ്ഥാന യോഗ്യതയോ പരിചയ സമ്പത്തോ ഇവർക്കില്ലെന്നും നേതാക്കൾ. അവിടെ ആരെ നിയമിച്ചാലാണ് അവിടെ ഉത്തരവാദിത്വത്തോടു കൂടെ പഞ്ചായത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ അവിടുത്തെ പൊതുജനങ്ങൾ അംഗീകരിക്കുന്ന ആളുകളെ നിയമിച്ചുകൊണ്ട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ പഞ്ചായത്ത് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ നിയമിച്ചിരുന്നത്. അതിലൊരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ പ്രാദേശികമായോ മറ്റൊന്നും നോക്കാതെ അവിടെ കഴിവുള്ളവനും അതിന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് UDF ഭരണസമിതി നിയമനം നടത്തിയിരുന്നത്. അടിസ്ഥാന യോഗ്യതയോ പരിചയ സമ്പത്തോ ഇല്ലാത്ത പാർട്ടി അനുകൂലികളെ തിരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ചാണ് നിയമന നടപടികൾ നടക്കുന്നതിനിടെ UDF നേതാക്കളും പ്രവർത്തകരും നേരിട്ടെത്തി പ്രതിഷേധം അറിയിച്ചത്. CPM ലോക്കൽ സെക്രട്ടറിയുടെ തീരുമാനപ്രകാരമാണ് ഈ അനധികൃത നിയമനം നടന്നിട്ടുള്ളതെന്ന് UDF ആരോപിച്ചു. നിയമന നടപടികൾ നടന്ന ദിവസം പാർട്ടി സെക്രട്ടറി പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ എത്തിയതിനെ പ്രവർത്തകർ ശക്തമായി ചോദ്യം ചെയ്തു. പഞ്ചായത്ത് ഭരണത്തെ പാർട്ടി ഓഫീസ് നേരിട്ട് നിയന്ത്രിക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണിതെന്ന് നേതാക്കൾ പറഞ്ഞു. ഒരു മാനദണ്ഡവുമില്ലാതെ പാർട്ടി ഓഫീസർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇപ്പോൾ ഇവിടെ സെക്രട്ടറിയോട് ചർച്ച നടത്താൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഭരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു രാഷ്ട്രീയ CPMന്റെ ഒരു കൂടാരമാക്കാൻ ഒരിക്കലും ഇത് അനുവദിക്കില്ല. ഇതിൽ സത്യത്തിൽ CPIയുടെ മെമ്പർമാർക്കും CPIക്കാർക്കും ഇതിൽ അതൃപ്തിയുണ്ട്. അവർ നമ്മൾ പേഴ്സണലായിട്ടും മറ്റൊക്കെ കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. പക്ഷെ ഏതായിരുന്നാലും ഇതുപോലെയുള്ള ഒരു ഭരണത്തിന് മുന്നോട്ട് പോകാൻ ഇവിടെ UDF ശക്തമായിട്ട് പ്രതിഷേധിക്കും. ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവും എന്നറിയും. നിങ്ങളുടെ അംഗങ്ങളുടെ പ്രതികരണം എന്താണ് ഇതില്? അതായത് എന്തായാലും ബോർഡ് ഒരു കൃത്യം, അതായത് എതിർപ്പ് പ്രകടിപ്പിക്കണം. ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 6 മാസക്കാലത്തായിട്ട് ഭരണസമിതിയുടെ ബോർഡിന്റെ തീരുമാനം ഇവിടെ ഇല്ല. കഴിഞ്ഞ 7 മാസമായി പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതിയുടെ മീറ്റർ റീഡിംഗ് പൂർണ്ണമായും മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഇതിനിടെയാണ് മുൻപ് നിയമപരമായി ഈ ജോലി കൃത്യമായി ചെയ്തു വന്നിരുന്ന തൊഴിലാളികളെ നിയമവിരുദ്ധമായി ഭരണസമിതി പിരിച്ചുവിട്ടത്. അവർക്കു പകരം യാതൊരു പ്രവൃത്തി പരിചയവുമില്ലാത്ത, അടിസ്ഥാന യോഗ്യതകൾ പോലുമില്ലാത്ത ആളുകളെയാണ് പുതിയ നിയമനത്തിനായി ഏകപക്ഷീയമായി തിരഞ്ഞെടുത്തത്. പരിചയക്കുറവുള്ള ആളുകളെ ഇത്തരം ഉത്തരവാദിത്വപ്പെട്ട ജോലികളിൽ നിയമിക്കുന്നത് വരും ദിവസങ്ങളിൽ ജനങ്ങളെ കടുത്ത ദുരിതത്തിലാക്കുമെന്നും UDF ചൂണ്ടിക്കാണിച്ചു. പിണറായി വിജയൻ കേരളത്തിൽ എന്താണോ ചെയ്തത് അതുപോലുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ ഇവിടുത്തെ സംവിധാനം ആകെ തകർത്ത് സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളും അവരുടെ കാര്യങ്ങളും മുഴുവൻ പാടെ തകർത്തുകൊണ്ട് 6 മാസമായി ഈ പഞ്ചായത്തിൽ ഒരു മീറ്റർ റീഡിംഗ് എടുത്തിട്ടില്ല. എത്രത്തോളം ഫണ്ടുകളും കാര്യങ്ങളുമാണ് സാധാരണ ജനങ്ങളുടെ ഇവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംവിധാനവും ഈ ഒരു പഞ്ചായത്തിൽ നടക്കുന്നില്ല. നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. ഉദ്യോഗസ്ഥരുടെ അനവസ്ഥയാണോ? അല്ല. ഭരണസമിതി ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു പാർട്ടി ഓഫീസ് എന്നുള്ള രീതിയിലാണ്. ഇവിടെ വളരെ മാന്യമായാണ് മുൻകാലങ്ങളിലൊക്കെ മെമ്പർമാരുടെ അവരുടെ അഭിപ്രായം കൂടി കണ്ടറിഞ്ഞതിന് ശേഷമാണ് അത്തരം രീതിയിലുള്ള നിയമനങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ടുള്ളത്. മറ്റുള്ള ഇവിടുത്തെ നിയമനങ്ങളൊന്നും ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. തികച്ചും ഒരു കാര്യങ്ങളിലും ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, സമ്പൂർണ്ണ അനാസ്ഥയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയിൽ നിലവിൽ സമ്പൂർണ്ണ അനാസ്ഥയാണ് നടക്കുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ഇവിടെ ഒരുപാട് പ്രതിസന്ധികൾ ഈ നാട്ടിൽ നടക്കുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട കുടുംബശ്രീ വനിതകളെ ഒരു നിയമവും ഇല്ലാതെ പിരിച്ചുവിട്ടു. ഡ്രൈവറെ മാറ്റി, ഇവിടുത്തെ പമ്പ് ഓപ്പറേറ്റർമാരെ മാറ്റി, എയുടെ ഓഫീസിലെ ഒരു ഓവർസിയർ ക്ലർക്കിനെ മാറ്റി. അതൊക്കെ അവരുടെ എഗ്രിമെന്റിന്റെ കാലാവധി അവസാനിച്ചപ്പോൾ മാറ്റി. ആരും ചോദ്യം ചെയ്യപ്പെടാൻ വന്നിട്ടില്ല, ചോദ്യം ചെയ്യേണ്ട ആവശ്യവുമില്ല. പക്ഷെ ഇത് എന്താന്ന് ചോദിച്ചാൽ അവരുടെ ഒരു രാഷ്ട്രീയ വിരോധം, ഒരു തിട്ടൂരം ആണ് ഇവരിവിടെ ചെയ്തിട്ടുള്ളത്. അതിനെ ഞങ്ങൾ നിയമപരമായി ചോദ്യം ചെയ്യും. മാത്രമല്ല അത് ബന്ധപ്പെട്ട ഓഫീസുകളിലൊക്കെ പരാതി വെച്ചിട്ടുണ്ട്. അതിന്റെ നിയമപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കഴിഞ്ഞ 6 മാസമായി ഭരണസമിതിക്ക് ഔദ്യോഗികമായി മിനിറ്റ്സ് ബുക്ക് പോലുമില്ല. പഞ്ചായത്ത് ബോർഡ് യോഗങ്ങളിൽ ജനപ്രതിനിധികൾക്കിടയിൽ ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനങ്ങളല്ല പുറത്തുവരുന്നത്. മിനിറ്റ്സ് ബുക്ക് കൃത്യമല്ലാത്തതിനാൽ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെടുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. CCN മണ്ണാർക്കാട്.